ആരും ഒരാൾ നിർബന്ധിച്ച് ഡ്രഗ്സിന് അടിമയാക്കാനോ അവരെ ശരീരത്തിൽ തൊടാനോ ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല അല്ലേ? ഒരാൾക്ക് നമ്മളൊരു അനുവാദം ഇല്ലാണ്ട് നമ്മൾ മെയിൽ തൊടാനോ ഒരാൾക്കും, ബിക്കോസ് മൈ ബോഡി മൈ ലൈഫ്. വെളുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്ര ഫീറ്റ് ഹൈറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഫാഷൻ ലോകത്തേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ എന്ന്, സ്പെഷ്യലി കറുത്ത ആളുകൾക്ക് ഫാഷൻ ലോകത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഇറങ്ങി വന്നിട്ട് ഇൻഡസ്ട്രീനെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ് ഇൻഡസ്ട്രി. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകതയാണ്, അവരൊരു പ്രത്യേക ടൈപ്പ് നടത്തും, പ്രത്യേക ടൈപ്പ് സംസാരം, പിന്നെ അവരുടെ ഡ്രസ്സിങ്, അവരുടെ സ്റ്റൈലിംഗ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഇപ്പം ആണുങ്ങളാണെങ്കിൽ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. അവരെ സമൂഹം വേറൊരു രീതിയിലാണ് കാണുന്നത്. കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് വൺസോ ലേബിളിൽ വിളിക്കുന്ന കുറേ ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ്. അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ മോഡൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ കിട്ടിയാൽ മതി. ഈ കുട്ടിയാണെങ്കിൽ ചെറിയ ഉടുപ്പിട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഹീലിടുമ്പോഴേക്കും മോഡൽ ആവുന്നില്ല. ഞാൻ ഒരാൾ ഇത് പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും മാറി നിന്നിട്ടുള്ളതും എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുള്ളതും എൻ്റെ കളർ വെച്ചിട്ടാണ്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അന്ന് അത്രയും ഉണ്ടായിരുന്നേ ഉള്ളൂ. ആ കസിൻസിൻ്റെ ഒക്കെ കല്യാണം വരുമ്പോൾ ഞാനിടുന്നത് ലൈക്ക് മഞ്ഞ, ഓറഞ്ച്, നീല, വയലറ്റ്, കാരണം മമ്മീൻ്റെ എല്ലാ പട്ടുസാരി എൻ്റെ ഷർട്ടായിരിക്കും. ഒരു വ്യക്തിനെ ഒരു ഹൈലൈറ്റ് കൂടെ ഭംഗിയാക്കേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ ഭംഗിയില്ല. എന്ത് പ്രശ്നത്തിൽ പെട്ടാലും എന്താ ചെയ്യുന്ന മോഡൽ, മീഡിയക്കാർക്കും അത് മതി. നമ്മൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഡ്രഗ്സ് എന്ന ഒരു സാധനത്തിന് തന്നെയാണ്. When you start saying no പറയേണ്ടടുത്ത് no പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി all the solutions are solved here. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട്. കുറേ കാലങ്ങളായിട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് എത്തിയൊരു അതിഥിയാണ്. ഡാലു ബ്രോ, നമസ്കാരം. ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് 18ാമത്തെ വയസ്സിൽ കോഴിക്കോട് നിന്ന് വണ്ടി കയറി ഒരു എയിമിന് വേണ്ടിയിട്ട് പുറപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇന്നിപ്പം ഈ 2025 ബിഗ് അച്ചീവ്മെന്റ്സ് ആണ് ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്. എങ്ങനെയാണ് ആ ഒരു ജേർണിനെ നോക്കി കാണുന്നത്? ആ ജേർണിനെ നോക്കി കാണുന്നത് എനിക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ വെറും ഡ്രീം ചെയ്തിട്ട് പാഷൻ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു അർത്ഥമില്ല. ആ പാഷനോട് നമുക്കൊരു ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും വേണം. സോ ഐ വാസ് റിയലി ഫോക്കസ്ഡ്. എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. കാരണം ഓരോ മേഖല, എനിക്കെതിരെ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഗോഡ് ഫാദർ ഇല്ല. എൻ്റെ ഗോഡ് ഫാദർ ഞാൻ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അതിനോടൊരു കമ്മിറ്റ്മെൻ്റ് എടുത്തു. ഇഫ് യു ആർ ഫോക്കസ്ഡ്, റിയലി ഫോക്കസ്ഡ്, നമ്മൾ ആ പാഷൻ ചുമ്മാ വാക്കാലല്ലാതെ അത് ശരിക്കും ഹൃദയം തട്ടി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ് ഇറ്റ്. അതിന്റെ ഉദാഹരണം എസ്പെഷ്യലി ഞാൻ തന്നെ. അതെ, ഞാനാണ് എല്ലാത്തിനും ഉദാഹരണം. അപ്പൊ ചെറിയ നഗരമാണ് കോഴിക്കോട്. ഇപ്പൊ ഡാലു ബ്രോ ഇപ്പൊ 25 വർഷത്തോളം ആകുന്നു ഈ മേഖലയിൽ. അപ്പൊ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഈ ഫാഷനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ആ ടൈമിൽ ഭയങ്കര എന്താണ്, ആരും ഒന്നിനും സപ്പോർട്ട് ചെയ്യില്ല. എനിക്കൊന്ന് ഫാമിലിയുടെ സപ്പോർട്ടും വളരെ കുറവായിരുന്നു തോന്നുന്നു. എങ്ങനെയാണ് അങ്ങനെ അവിടുന്ന് കമ്മൂട്ട് ചെയ്തതെന്നാണ് ആദ്യം അറിയേണ്ടത്. ഞാൻ കാലിക്കറ്റിലാണ് വന്നത്. ലക്നൗ ഞാൻ പഠിച്ചു വളർന്നൊക്കെ ഊട്ടിയിലായിരുന്നു, സ്കൂളിംഗ് ഒക്കെ ഊട്ടിയിലായിരുന്നു. സോ ഊട്ടി കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞപ്പോൾ എന്തെന്നില്ല ചോദ്യത്തിന്, കാരണം വീട്ടുകാർക്ക് അന്ന് ഈ പറഞ്ഞതുപോലെ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു അന്നൊക്കെ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ തുന്നക്കട, തയ്യൽക്കട, സോറി അങ്ങനെയാണല്ലോ നിങ്ങളൊരു ഇതിൽ പറയും, തയ്യൽക്കട, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അന്ന് അത്രയും ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നില്ല. അപ്പം വീട്ടുകാർക്കാണെങ്കിൽ MBBS ചേർത്തണം എന്നില്ല ഇതിൽ ഞാൻ +2 സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിരുന്നത്. പക്ഷേ ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ +2 ഹോട്ടൽ മാനേജ്മെൻറ്റിനാണ് ഞാൻ പിന്നെ പോയി ചേർന്നിരിക്കുന്നത്. കാരണം അച്ഛനൊരു ഹോട്ടലായിരുന്നാണ്, ഞങ്ങൾക്ക് ഹോട്ടൽ ലോഡ്ജൊക്കെ ആയിരുന്നു കാലിക്കറ്റിൽ. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഇതിനോട് അച്ഛൻ സമ്മതം മൂളുന്നില്ല കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി അറിയാണ്ട് ഞാൻ പോയി എൻട്രൻസ് എഴുതുന്നു. ആശൻ മെമ്മോറിയൽ ഹോട്ടൽ മാനേജ്മെന്റിന് പോയി എൻട്രൻസ് എഴുതി കിട്ടി. അങ്ങനെ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു. അവിടുന്ന് അത് ജോയിൻ ചെയ്തിട്ടും ഞാൻ തീർച്ചയായിട്ടും ഫാഷനിലേക്ക് എങ്ങനെയെന്നുള്ളത്, കാരണം അന്ന് കാലങ്ങളിലൊക്കെ നമുക്ക് ഈവനിങ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇല്ല. ഇവിടെ കേരളത്തിലൊന്നുമില്ല. അന്ന് ഉണ്ടായിരുന്നു വെറും ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈവനിങ് ബാച്ച്, ഈ വർക്കിംഗ് ആൾക്കാർക്ക് പഠിക്കാനുള്ള ഒരാൾക്കാർ. സോ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഞാൻ രാജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഡൂയിങ് മൈ ഇന്റേൺഷിപ്പ്. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതും അവിടെ അങ്ങോട്ട് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ശരിക്കും ആരായിരിക്കും റോൾ മോഡൽ ഈ ഒരു ഫീൽഡിൽ?
ഞാൻ പറഞ്ഞ സത്യം എനിക്ക് അതിലേക്ക് ഒരു എയിം വരണമെങ്കിൽ ഒരു ആരെങ്കിലും റോൾ മോഡൽ കണ്ടിട്ടുണ്ടാവില്ലേ? ഇല്ല. സി ഞാൻ ചെറുപ്പത്തിലേ എനിക്ക് ഫാഷൻ എന്ന് പറഞ്ഞാൽ കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ തന്നെ ഞാൻ എൻ്റെ ഒരു 8th 9th ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ എപ്പോഴും ഞാൻ വളരെ വ്യത്യസ്തമായി ഡ്രസ്സ് ചെയ്യാനും എൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ആ കാലഘട്ടങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സിൽക്ക് എന്ന് പറയുമ്പോൾ വെറും ഒരു മെറൂണിഷ് റെഡും ക്രീമും വൈറ്റും ഈ 3 സിൽക്ക് ഷർട്ട്സേ കാണാറുള്ളൂ നമ്മൾ. നമുക്ക് വേറെ കളേഴ്സ് ഒന്നും കിട്ടില്ല, വാങ്ങാനില്ല എന്താണ് അവർ. ആ സമയത്ത് ഞാനിടുന്നത് എൻ്റെ കല്യാണത്തിന് കസിൻസിൻ്റെ ഒക്കെ കല്യാണം വരുമ്പോൾ ഞാനിടുന്നത് ലൈക്ക് മഞ്ഞ, ഓറഞ്ച്, നീല, വയലറ്റ്. കാരണം മമ്മീൻ്റെ എല്ലാ പട്ട് സാരി എൻ്റെ ഷർട്ടായിരിക്കും. ഒരു കല്യാണം വന്ന അറ്റ്ലീസ്റ്റ് ഒരു സാരി എൻ്റെ ഷർട്ടായിട്ട് മാറും. സോ ഐ തിങ്ക് എനിക്ക് ആദ്യം എനിക്ക് ഉള്ളിൽ ആ ഒരു എന്താ പറയുക അതിനോടൊരു ക്രേവിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഇത്തരം കളേഴ്സിലൊക്കെ ഉള്ള ഷർട്ടൊക്കെ ഇടുമ്പം ആളുകൾ എന്താ പറഞ്ഞിരുന്നത്? ഞാനത് ആ സമയങ്ങളിൽ ഞാൻ തീരെ മൈൻഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ആക്ച്വലി ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ, വാട്ട് പീപ്പിൾ ടോക്സ് അബൌട്ട് മീ. കാരണം ഞാൻ എന്നെ തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഞാൻ എന്നെ കഴിഞ്ഞിട്ട് ആരും സ്നേഹിക്കുന്നില്ല. എപ്പോഴും ഞാൻ എന്നും ഞാൻ മരിക്കുന്നവരെ ഞാൻ എന്നെ സ്നേഹിച്ചുകൊണ്ടായിരിക്കും മരിക്കുന്നത്. അതിനെ കൊണ്ട് ആരും എന്ത് പറയുന്നില്ല, എന്നെ ബോധർ ചെയ്യുന്ന കാര്യമേ അല്ല. പിന്നെ ഇപ്പോൾ ആരും എന്ത് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഡാലു കൃഷ്ണദാസ് എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പം വേറൊരാളെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരുന്നതായിരിക്കും ആണ് എൻ്റെ ഒരു ഹാപ്പിനെസ്. ഞാൻ കാരണവശാൽ ഒരാൾക്ക് സന്തോഷം കിട്ടുന്നതായിരിക്കില്ല, ആർക്കും അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. ഇപ്പൊ ഒരു വ്യക്തി എൻ്റെ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ വന്നിട്ട് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു കമന്റ് എഴുതാൻ ആ വ്യക്തിന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ടൈം എടുത്തിട്ടാണല്ലോ വന്ന് എഴുതുന്നത്. അതാണല്ലോ അങ്ങേക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ആ വ്യക്തിക്ക് കിട്ടുന്ന ഹാപ്പിനെസ്. അതാണ് ഡാലു കൃഷ്ണദാസിന്റെ ഹാപ്പിനെസ്. സോ സ്പ്രെഡ് ലവ്. ഓക്കെ. അപ്പം ലവ് എന്ന് പറഞ്ഞപ്പോ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ തന്നെ സ്നേഹിച്ച് കഴിയുമ്പോൾ ഞാൻ സ്നേഹിക്കാൻ പറ്റും. ഞാൻ അമ്മേനോട് പോലും പറയും, മമ്മീനോട് പോലും, മമ്മി ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ മമ്മീനെ പോലും സ്നേഹിക്കുന്നുള്ളൂ. അല്ല, ചോദിച്ചിട്ടില്ല കല്യാണം കഴിക്കുന്നതിനെ പറ്റി? ഫാമിലിയിൽ ആരും ചോദിച്ചിട്ടില്ല? അങ്ങനെ ഒരു ഐഡിയ ഇല്ല. No one can match with my wavelength. വേവ്ലെന്തിന് ഒത്ത ആള് വന്നിട്ടില്ല എന്നുള്ളതാണോ? വന്നിട്ടില്ല, വരൂല്ല, താല്പര്യം വരൂല്ല എന്നൊന്നും പറയല്ലേ? ഇനി ആരെങ്കിലും വന്നാലോ ലൈഫിലേക്ക്? ഇല്ല. മീൻസ് എങ്ങനെയുള്ള ഒരു ഇൻ കേസ് അങ്ങനെ എങ്ങനെയുള്ള ആളെ ചിന്താഗതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ സ്നേഹിച്ച് ഒരു സമയം കഴിയുമ്പോഴല്ലേ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതിന് സമയമില്ല. ഐ ആം കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് മൈ ലവ്. ഞാൻ സെൽഫ് അഡ്മയർ ചെയ്യും എന്നെ. ഞാൻ എൻ്റെ ഓരോ രാവിലെ എണീച്ചാൽ ഞാൻ ആദ്യം കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ പറയുന്നത്, ബേബി യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ സോ ലൈക്ക് എമേസിങ്. ദൈവത്ര. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെ സമയം, വേറെ എവിടെ ഒരു സ്ഥലം ഇല്ല എൻ്റെ ഹൃദയത്തില്. ഇൻ കേസ് എൻ്റെ ഒരു ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ചോദിച്ചോട്ടെ, ഡാലു ബേബിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാകണമെങ്കിൽ എന്തായിക്കോട്ടെ ഒരാളെ ഇഷ്ടമാകണമെങ്കിൽ എന്തായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കും? അറിയില്ല, എനിക്ക് അങ്ങനെ. എൻ്റെ മമ്മീനെ പോലും ഞാനൊരു ഷീ ഈസ് മൈ ബാക്ക് ബോൺ. പക്ഷെ ആ ഒരു സ്നേഹവും ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് മമ്മീനെ പോലും സ്നേഹിക്കുന്നുള്ളൂ. അപ്പം പിന്നെ സിമി ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഞാനാണ് പെട്ട് എനിക്ക് മീൻസ് എനിക്കൊരു ആൻസർ കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഞാൻ എന്നാ ആൻസർ ആണെന്ന് ചോദിച്ചാൽ ആൻസർ ആണെന്ന്. അതാണ് ആൻസർ. ഏതൊരു വ്യക്തിനെ ചോദിച്ചാലും വ്യക്തി പറയാം എൻ്റെ അമ്മയാണ് ഇഷ്ടം, അച്ഛനാണ് ഇഷ്ടം, ചില കപ്പിൾസിനോട് എൻ്റെ ഭാര്യ. എനിക്ക് എന്നെ ഇഷ്ടം, അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പോലും ഉള്ളൂ. അല്ല, പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എന്നെ ഇഷ്ടം എന്ന്. പക്ഷെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾ പറയുന്ന ആദ്യമായിട്ടാണ്. അതാണ് നമുക്ക് അതാ ഞാൻ പറയാൻ കാരണം. സി ദാറ്റ്സ് വൈ ഡാലു ഇസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഇപ്പം അതിനൊരു ഹൃദയത്തിലൊരു ഗ്യാപ്പ് വരുമ്പോഴല്ലേ ആ ഗ്യാപ്പിലേക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതില്ല, ഞാൻ ഫീൽഡ് വിത്ത് മീ മൈസെൽഫ്. അതെ. ഓക്കെ. അപ്പം ലൈഫിൽ ലവ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. എപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ആരായിരിക്കും? എനിക്ക് അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഇല്ല. ലൈക്ക് 2-3 ഫ്രണ്ട്സ് ഹൂസ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്ന അങ്ങനെ 2-3 പേരുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ലൈഫിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാകാം, ഒക്കെ ഉണ്ടാവും. ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെന്റ് ഏതായിരിക്കും?
ലൈഫിൽ സന്തോഷിച്ച മൊമെന്റ് എനിക്ക് 2-3 മൊമെന്റ്സ് ഉണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ സന്തോഷിച്ചത്. ഒന്ന്, ഞാൻ ഐ ഡൺ എ ഷോ ഫോർ ദ സ്പെഷ്യൽ കിഡ്സ്. കാരണം അതൊരു ചാലഞ്ചിങ് തന്നെയായിരുന്നു. ഒരു 24 സ്പെഷ്യൽ കിഡ്സിനെ ഞാൻ പറയുമ്പോൾ സ്പെഷ്യൽ കിഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമ്മളാണ് സ്പെഷ്യൽ, അവരല്ല. അവർ ദൈവത്തിൻ്റെ മാലാകന്മാർ തന്നെയാണ്. നമ്മളാണ് സ്പെഷ്യൽ. അവരുടെ അടുത്ത് ഓരോ നിമിഷം ഞാൻ അവരുടെ ചിലവഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, മൈ ഗോഡ്, നമ്മൾ എന്തിനു പറ്റും അവരുടെ ഇടയിൽ. ദേ ആർ സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ ഒരു ഷോ ചെയ്ത സമയത്ത് ഐ ഫീൽ ലൈക്ക് ദാറ്റ് വാസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് വാട്ട് ഐ ഹാഡ് ഇറ്റ് ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ ഏറ്റവും വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് ചിന്തിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്? ഈ പറഞ്ഞതുപോലെ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അങ്ങനെ ഞാൻ മനസ്സിലേക്ക് എടുക്കാറില്ല. ഈവൻ വെൻ മൈ ഡാഡ് പാസ്ഡ് അവേ, ആ ഒരു നിമിഷത്തേക്ക് ഐ വാസ് സാഡ്, ബട്ട് നെക്സ്റ്റ് മൊമെന്റ് ഐ എം ഓക്കെ. ദെൻ ഐ തോട്ട്, ഡാലു ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ ഒരു ദിവസം ഞാനും മരിക്കും, എല്ലാവരും മരിക്കും. വൺ ഡേ യു വിൽ ബി അലോൺ. സോ ബി ലൈക്ക് നോ ലവ് യുവർ സെൽഫ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ അങ്ങനെ വരുമ്പോൾ ഒരു നെഗറ്റീവിന് ഒരാൾക്ക് പോലും എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. എപ്പോഴും എല്ലാവർക്കും ഫാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യമേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വെളുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്ര ഫീറ്റ് ഹൈറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഫാഷൻ ലോകത്തേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ എന്ന്. സ്പെഷ്യലി കറുത്ത ആളുകൾക്ക് ഫാഷൻ ലോകത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഉണ്ടോ? മുൻകാലങ്ങൾ കുറേ മുന്നൊക്കെ വെച്ച് നോക്കുമ്പം കേരളത്തിൽ പുറത്ത് നമുക്ക് അങ്ങനെ ഒരു കളർ ഡിഫറൻസിയേഷൻ എനിക്ക് അങ്ങനെ ഇങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം ഇന്നിപ്പം മിസ് യൂണിവേഴ്സ് ആയിക്കോട്ടെ, മിസ് വേൾഡ് ഒക്കെ ആയിട്ടോ ഒത്തിരി ലൈക്ക് ഡാർക്ക് സ്കിൻ ടോൺ കളർ അത് വിരിച്ച്. പക്ഷേ നമുക്ക് കേരളത്തിൽ മുന്നേ അങ്ങനെ ഒരു ഉണ്ടായിരുന്നോന്ന് വെച്ചാൽ അത്ര അങ്ങോട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ചില സമയം. പക്ഷെ ഇപ്പം അത് തീരെയില്ല. ഇപ്പം ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് ആ ഒരു കളർ ടോൺ, എൻ്റെ ഫേവറേറ്റ് ഓൾമോസ്റ്റ് ഒരു വീറ്റിഷ് കളർ ടോണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ അങ്ങനെ ഒരു കളർ ടോണിനോട് ഇപ്പൊ ആർക്കും അത്ര ഒരു ഇമ്പോർട്ടൻ്റേ അല്ല. നൗ കളർ ഡസന്റ് മാറ്റർ ആക്ച്വലി. ഇപ്പോൾ ഒരാളുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ ഇപ്പം ഞാൻ ഇത് പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും മാറി നിന്നിട്ടുള്ളതും എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുള്ളതും എൻ്റെ കളർ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ഭംഗിയില്ലാത്ത വ്യക്തിയാണോ? അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ ഇപ്പോൾ കണ്ണുള്ളിടത്ത് കണ്ണും മൂക്കുള്ളിടത്ത് മൂക്കും തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ എന്തിനെ ഹൈലൈറ്റ് ചെയ്താൽ ഞാൻ കുറച്ചും കൂടെ സുന്ദരിയാകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിനെ ഫേസിൽ എന്ത് ഹൈലൈറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ബ്യൂട്ടി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടണം? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വ്യക്തിനെ ഒരു ഹൈലൈറ്റ് കൂടെ ഭംഗിയാക്കേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ ഭംഗിയില്ല. Every person individually, he or she is beautiful. അത് മനസ്സിൽ കൂടി ആകുമ്പം ഓഫ് കോഴ്സ് he or she is completed. അപ്പോൾ പുറത്തത്തെ ഇപ്പം ഞാനൊരു വ്യക്തിനെ നോക്കുമ്പോൾ ആ വ്യക്തിൻ്റെ ഭംഗിക്ക് ഞാൻ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഐ ലുക്ക് ഇൻ ടു ദ പേഴ്സണാലിറ്റി, ഐ ലുക്ക് ഇൻ ടു ദ വേ he or she ലൈക്ക് ഹൗ പുറത്തൊരു സൊസൈറ്റിനോട് എങ്ങനെ പെരുമാറുന്ന, എങ്ങനെയാണ് ആ ഒരു പേഴ്സണാലിറ്റീനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അതിലാണ് ഭംഗി. അല്ലാണ്ട് ലുക്സിൽ ഇറ്റ് ലുക്സ് ലൈക്ക് ജസ്റ്റ് ഗിവ് 0 മാർക്ക്. ഇപ്പം അങ്ങനെ ഒരു ലുക്സോ ഒരു അതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ്. ഓൾ അബൌട്ട് യുവർ പേഴ്സണാലിറ്റി, യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ കോൺഫിഡൻസ്. ആറ്റിറ്റ്യൂഡ് ആവാം, പക്ഷെ അറഗൻസ് ആവരുത്. വെരി ട്രൂ. സോ ദാറ്റ്സ് എ വൺ മെസ്സേജ് ഞാൻ ഇന്നത്തെ എല്ലാ യങ്സ്റ്റേഴ്സിനും കൊടുക്കാവുന്ന ഒരു മെസ്സേജ്. ആറ്റിറ്റ്യൂഡ് ആവാം, അറഗൻസ് ആവില്ല പാട്ടിൽ. ഫാഷൻ കോൺഫിഡൻറ്റ്, പക്ഷെ ഓവർ കോൺഫിഡൻ്റ് ആവില്ല. സത്യം. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നും ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുവരെ ഗ്രൂം ചെയ്യിപ്പിച്ച കുറേ സെലിബ്രിറ്റീസിനെ ഗ്രൂം ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ബഡ്ഡിങ് സ്റ്റേജിൽ ഡാലുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കിക്കണ്ട ഒരു മോഡൽ ആരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നടന്മാരായിട്ടുള്ള ഒരു വ്യക്തി ആരായിരിക്കും? ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ ഗ്രൂം ചെയ്ത് 2008 മിസ് കേരള അമല പോൾ, നൂറിൻ ഷെരീഫ്, പ്രിയ വാര്യർ, ദുർഗ കൃഷ്ണ, ഐശ്വര്യ ലക്ഷ്മി, മറീന മൈക്കൽ, നേഹ സക്സേന, ഇവരൊക്കെ ആ ഒരു അവരെ സ്റ്റാർട്ടിങ് ലൈഫിൽ ഡെഫിനറ്റ്ലി ഞാനൊരു ഭാഗമായിരുന്നു.
ആൻഡ് ഹൂം ഐ എം സ്റ്റിൽ ക്ലോസ് എന്ന് പറയുന്നത് എനിക്ക് ഐ എം വെരി ക്ലോസ് ടു നേഹ സക്സേന. ഷീസ് ലൈക്ക് മൈ ഫാമിലി. ദിയ, പിന്നെ ഇപ്പോഴത്തെ യങ് മോഡൽസിൽ എനിക്ക് കുറച്ച് പേരുണ്ട് ഹൂം ഐ റിയലി ലൈക്ക് ആശ്വിക, അവരൊക്കെ എപ്പോഴും എൻ്റെ ഒരു ലൈക്ക് ഐ ഫീൽ വെരി ലൈക്ക് മൈ ഫാമിലി. ഇപ്പം ജഡ്ജസിൻ്റെ കാര്യം പറഞ്ഞു, ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ശോഭാ വിശ്വനാഥുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഒരു മത്സരാർത്ഥിയോട് നമ്മൾ എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു മത്സരാർത്ഥിൻ്റെ ബുദ്ധി അളക്കുന്ന അല്ല അവിടെ. ആ മത്സരാർത്ഥിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ് ഒരു ജഡ്ജ് അളക്കുന്നത്. ഈ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ അത് എങ്ങനത്തെ തരം ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് എങ്ങനെ ആ കുട്ടി ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് അവിടെ ആ കുട്ടിക്ക് എത്ര ബുദ്ധി ഉണ്ട് എന്ന് നമ്മൾ അളക്കാനില്ല. അങ്ങനെയാണ് ക്വിസ് കോമ്പറ്റീഷന് പോയാൽ പോരെ. സോ ഇറ്റ്സ് എ ബ്യൂട്ടി പാജന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ബ്യൂട്ടി വിത്ത് ബ്രെയിൻ. അപ്പം നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതെങ്ങനെ ക്രാക്ക് ചെയ്യുന്നു, ദാറ്റ് ഇസ് വൈ Q&A ഇസ് ഫോർ. Q&A ഇസ് ഓൾ അബൌട്ട് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. നിങ്ങളെ പ്രസൻസ് ഓഫ് മൈൻഡ് അളക്കുന്നതാണ് Q&A. ഓക്കെ, ഇന്ന ക്വസ്റ്റിനെ ചോദിക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ഇന്ത്യൻ്റെ ഇത്ര പ്രധാനമന്ത്രി ആര്, അതൊന്നും ഇറ്റ് ഇസ് നോട്ട് ദേ ഫോർ ദ Q&A ഫോർ ദ ബ്യൂട്ടി പാജന്റ് ആക്ച്വലി. So it is all about how you crack that question. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ആ ലൈക്ക് ജഡ്ജിൻ്റെ ആ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, എന്ത് കോൺഫിഡൻറ്റിൽ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളെ പ്രസൻറ്റേഷൻ, ഇതൊക്കെയാണ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പം ശരിക്കും എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കമ്പാരിസൺസ്, അതൊക്കെ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ രീതിയാണ്. കമ്പാരിസൺ ശരിക്കും നമ്മൾ ചോദിക്കാം നമുക്ക്, ബിക്കോസ് വി ആർ നോ വൺ ടു ആസ്ക് ദാറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു പേഴ്സണാലിറ്റീസ്. നമ്മളത് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ശോഭ അത് ചോദിച്ചു, ബട്ട് സ്റ്റിൽ ഞാൻ പറയാൻ, എന്നാൽ ആ കുട്ടി നന്നായി ആൻസർ ചെയ്തു. ആക്ച്വലി ഞാൻ കേട്ടിട്ടില്ല ആൻസർ. ആൻസർ ചെയ്തിരുന്നു. Did she win the title? ഐ ഡോണ്ട് നോ. പക്ഷേ ആ കുട്ടി അതിന് ആൻസർ ചെയ്തു, അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ട് മിസ് കേരളയിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ സദ്യ വിളമ്പം എങ്ങനെയാണ് ഇലയിൽ എവിടുന്ന് എന്ത് തുടങ്ങുന്നോ മിസ് കേരളയ്ക്ക് പണ്ട് കുറച്ച് മുന്നേ അങ്ങനെ ഞാനൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിപ്പം ആ ജഡ്ജ് ചോദിക്കാൻ കാരണം മൈറ്റ് ബി നിങ്ങളൊരു കേരളത്തിന്റെ മിസ് കേരള എന്ന് പറയുമ്പോൾ നിങ്ങളെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അതൊക്കെ. ഇപ്പൊ ഡാലുബ്രോന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാവ്യ മാധവൻ ഓർ നവ്യ നായർ, അല്ലെങ്കിൽ കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇതിന് എന്ത് മറുപടി പറയും? തീർച്ചയായിട്ടും ഞാൻ പറയും, ഓരോ ദൈവം ഓരോ വ്യക്തിയും സൃഷ്ടിച്ചിരിക്കുന്നത് അത് അവരുടേതായ ഒരു ബ്യൂട്ടിയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ കമ്പാരിസൺ, തീർച്ചയായിട്ടും കമ്പാരിസൺ ഞാൻ ആരുമല്ല, കാരണം എന്നും ദൈവൻ അതുപോലെ സൃഷ്ടിച്ചൊരു വ്യക്തിയാണ്. സോ ഐ ഫീൽ ബോത്ത് ആർ സോ ബ്യൂട്ടിഫുൾ. And that's at the end they are all beautiful human beings and God created one. That's it. അതാ ഞാൻ പറഞ്ഞ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണോ എന്ന് വെച്ചാൽ വി ഷുഡ് നോട്ട് കമ്പാരിസൺ മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ കമ്പയർ ചെയ്താൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു കണ്ടസ്റ്റന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് ആ ഒരു ഈ പറയുന്ന പോലെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് ആൻസർ പറയിക്കേണ്ടത്. അതിനെ വിമർശിക്കുമ്പോൾ ഞാൻ കുറേ കമൻസ് ഉണ്ട് പല രീതിയിലുള്ള. പോസിറ്റീവ് ഉണ്ട്, അതായത് അതിനെ നല്ല രീതിയിൽ ചെയ്യുന്നതുണ്ട്, ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ഒരു കോൺവെർസേഷൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിൻ്റെതായ രീതിയിൽ അതിപ്പം അത് കമ്പയർ ചെയ്ത് തെറ്റായി പോയി എന്ന് പറയുന്നതിനെ കൊണ്ട് ചിലപ്പോൾ അതൊരു മഞ്ജു കാവ്യ അത് ആയതുകൊണ്ടാകാം അത്രയൊരു വിമർശനം നടന്നിരിക്കും. അതിപ്പം മുന്നത്തെ വേറെ ഏതെങ്കിലും ഇപ്പം ഇന്ദിരാഗാന്ധിയും ഡയന, കമ്പയർ ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് ഡയന ചോദിച്ചാൽ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പം അത് ഓൾറെഡി ലൈം ലൈറ്റിൽ നിന്ന് പ്രശ്നമില്ലത് കൊണ്ടായിരിക്കും അതൊരു ആൾക്കാർ. പക്ഷെ അതിൻ്റെതായ രീതിയിൽ ഇപ്പം ശോഭ ചിലപ്പോൾ അതൊരു ജസ്റ്റ് ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ ഒരു ഇതിൽ ചോദിച്ചതായിരിക്കാം. അതിനെ ഇത്ര വിമർശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കംപ്ലൈൻറ്റ്സ് ഉണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട്. ശരിക്കും നിങ്ങളുടെ ഇതിന് ലഹരി ഉണ്ടോ, ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ, അങ്ങനെ ആൾക്കാർ ട്രെയിൻ ചെയ്യിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. പ്രൊഫഷണൽ എന്ന് പറയുന്ന വിളിക്കുന്ന മോഡൽസ് ഒരിക്കലും അവർ അമിതമായ ഭക്ഷണം പോലും കറക്റ്റായി കഴിക്കില്ല. കാരണം അവരെ ശരീരത്തെയാണ്
ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അവരുടെ ശരീരത്തെ സ്നേഹിക്കുന്ന വെച്ചാൽ ഇതിനെ ഏതൊരു ജോബിനെ പോലെയും ഇതിനൊരു ജോലി കാണുന്ന എത്രയോ വ്യക്തികൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എത്രയോ മോഡൽസ് ഉണ്ട് എന്നെ ഇതിനെ റിയലി ഒരു പ്രൊഫഷനായിട്ട് കണ്ടെന്ന്. അവർ കറക്റ്റായിട്ട് ഭക്ഷണം പോലും കഴിക്കില്ല. അവരുടെ ജീവിതം അവർ ഇതിനു വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മോഡൽസും ഡ്രിങ്ക്സ് പോയിട്ട് ഒരു വൈൻ പോലും കുടിക്കാത്ത എത്രയോ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്. പിന്നെയല്ലേ ഡ്രഗ്സ്. ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫെയിം ആയാൽ മതി. അത് എങ്ങനെയായാലും. അപ്പോൾ എന്താ അബദ്ധങ്ങൾ പറ്റുന്ന വെച്ചാൽ ഇവരിപ്പോൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലൈക്സ് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് വൺസോ ലേബിളിൽ വിളിക്കുന്ന കുറേ ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ്. അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ മോഡൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ കിട്ടിയാൽ മതി. ഈ കുട്ടിയാണെങ്കിൽ ചെറിയ ഉടുപ്പിട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഹീൽ ഇടുമ്പോഴേക്കും മോഡൽ ആവുന്നില്ല. ഏതൊരു മേഖലയെ പോലെ ഏതൊരു ആർട്ട് ഫോമിന്റെ പോലും ദിസ് ഇസ് ഓൾസോ എൻ ആർട്ട് ഫോം. ഇതിനും ഇതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഭരതനാട്യം കളിക്കുമ്പോൾ ആരെങ്കിലും മുദ്രകൾ തെറ്റിപ്പിടിക്കുകയോ ഇല്ല. അപ്പോൾ ആർട്ട് ഫോം സെയിം വേ ഇത് കാറ്റ് വാക്ക് ആയിട്ടോ റാം വാക്ക് ആയിട്ടോ ഇതിനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ മോഡൽ എന്ന് വിളിക്കുള്ളൂ. അല്ലാത്തൊരാളെ ഞാൻ മോഡൽ എന്ന് വിളിക്കില്ല. സോ അപ്പം ഇങ്ങനത്തെ ഇൻഡസ്ട്രീനെ ഈ കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ സോ കോൾഡ് കൊറിയോഗ്രാഫേഴ്സ്, സോ കോൾഡ് ഗ്രൂമേഴ്സ്, സോ കോൾഡ് കോർഡിനേറ്റേഴ്സ്, മോഡൽ കമ്പനി എന്ന് പറഞ്ഞൊരു ടേം ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇല്ല. ദേ ആർ കോൾഡ് മോഡലിംഗ് ഏജൻസീസ്. ഓക്കെ, അതിൻ്റെ അർത്ഥം പോലും അറിയാണ്ടാണ് ഇന്ന് ഇവിടെ കുറേ മോഡലിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികളെ പല വീശി പിടിക്കും. എന്നിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കുക, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തുണി കൊണ്ടുവരിക, കോസ്റ്റ്യൂം കൊണ്ടുവരിക, റാമ്പിൽ നടക്കുക. അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്ത് റാമ്പിൽ നടക്കുന്നത് ഞാൻ ശരിക്കും ഇവിടെയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അല്ല, ഞാനും കേട്ടിട്ടുണ്ട് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഇതൊന്നും പ്രൊഫഷണൽ ആയിട്ട് അല്ലാത്തത് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ. ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ എന്നെ ഭയങ്കര പൊങ്കാലിട്ട് എല്ലാവരും. എനിക്ക് അഗെയിൻസ്റ്റ് ഭയങ്കര ഗൂഢാലോചന വരെ നടത്തി. അങ്ങനെ ശത്രുക്കളുണ്ടോ ഇൻഡസ്ട്രിയിൽ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഞാൻ തുറന്നടിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ ഞാൻ അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും പറയാനുള്ള അധികാരവും ഉണ്ടെന്ന് ഇതിനെ പറ്റിയിട്ട്. മനസ്സിലായില്ലേ? ഇതിനെപ്പറ്റി ടെക്നിക്കലി സംസാരിക്കാൻ ഒരാൾക്ക് എൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല. പലരും ഇപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഇറക്കം കുറഞ്ഞ ഡ്രസ്സും ഹൈ ഹീൽസും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മോഡൽസ് ആയി, പിന്നെ അടുത്ത ഇവന്റ് വരുമ്പോ അവര് ട്രെയിനേഴ്സ് ആയി. അപ്പൊ എന്താ വെച്ചാൽ എന്ത് പ്രശ്നത്തിൽ പെട്ടാലും എന്താ ചെയ്യുന്ന മോഡൽ. മീഡിയക്കാർക്കും അത് മതി. ഞാൻ മിക്ക പ്രശ്നങ്ങളിൽ വരുന്ന ഡാലൂന് എന്താ അറിയാവുന്ന മീഡിയക്കാർ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനത്തെ. അപ്പം പിന്നെ മോഡലായിരിക്കില്ലല്ലേ? ഒരിക്കലല്ല. ശരിക്കും ഏജൻസിയും അതേപോലെ ഈ പറഞ്ഞ പോലെ കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, മോഡലിംഗ് കമ്പനി മോഡൽ ഏജൻസി. മോഡലിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു ടേം ഇല്ല. ഇറ്റ്സ് ഓൾ മോഡലിംഗ് ഏജൻസി. മോഡലിംഗ് ഏജൻസിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ സി നൗ ഐ സൈൻഡ് അപ്പ്. എൻ്റെ ഒരു ഏജൻസി, എൻ്റെ കമ്പനിയിൽ ഒരു മോഡൽ വന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ആ ഒരു മോഡലിന് ഇത്ര വർക്ക് കൊടുക്കണം, ഇത്ര ഷൂട്ട്സ് പെർ മന്ത്, ഇത്ര ഷൂട്ട്സ്, ഇത്ര ഷോസ്, ഇത്ര സാലറി. ഇതാണ് ഏജൻസീസിന്റെ ഡ്യൂട്ടി. ഇവിടെ എത്ര ഏജൻസി അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല. സോ അപ്പം ഈ ഇൻഡസ്ട്രീനെ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഇൻഡസ്ട്രി നശിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ കാസ്റ്റിംഗ് കൗച്ച്, പിന്നെ യൂസേജ്, അഡ്ജസ്റ്റ്മെന്റ്സ്, ഇപ്പൊ ബോയ് ഓർ ഗേൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനെയുള്ള എല്ലാവർക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും മോഡലായാൽ മതി. ഡു ഓർ ഡൈ. എന്റെ ഫോട്ടോ എങ്ങനെയെങ്കിലും വൈറലാവണം, ഞാൻ എങ്ങനെയെങ്കിലും വൈറലാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എവിടെ ഇവരൊക്കെ എന്ന് ഇതിനോട് നോ പറയാൻ പഠിച്ചോ അന്ന് അവരെ ലൈഫ് തന്നെ അവർ സക്സസ് ആവും. വെൻ യു സ്റ്റാർട്ട് സെയിങ് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഓൾ ദി സോൾവ്സ് ആർ ബീൻ സോൾവ്ഡ് ഹിയർ. ആരും ഒരാളെ നിർബന്ധിച്ച് ഡ്രഗ്സിന് അടിമയാക്കാനോ അവരെ ശരീരത്തിൽ തൊടാനോ ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല, അല്ലേ? ഒരാൾക്ക് നമ്മളൊരു അനുവാദം ഇല്ലാണ്ട് നമ്മളെ മെയിൽ തൊടാനോ ഒരാൾക്കും, ബിക്കോസ് മൈ ബോഡി മൈ റൈറ്റ്സ്. അപ്പം അതിനോട് കോംപ്രമൈസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ജീവിതം മുഴുവൻ കോംപ്രമൈസ് ചെയ്ത് നടക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെയുള്ള ചില ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് പലരും വരാൻ പേടിക്കുന്നുണ്ട്.
അതിനെ മാറ്റാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇന്നിപ്പം പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമുക്കിപ്പം എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡാലു കൃഷ്ണദാസ് തന്നെ പറഞ്ഞ ഒരു വ്യക്തിനെ പണ്ടൊക്കെ ആണെങ്കിൽ അറിയാൻ ഭയങ്കര ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം നമുക്കൊരുണ്ട്. ഇന്നിപ്പോ എല്ലാം നിങ്ങളെ ഫിംഗർ ടിപ്സിലുണ്ട്. ഇപ്പൊ ഡാലു കൃഷ്ണദാസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്റെ ഫുൾ ബയോഗ്രാഫി വരികയല്ലേ, ബയോഡേറ്റ വന്നു, എന്ത് ചെയ്തു. അപ്പൊ ഞാൻ ഓരോ വ്യക്തി ഇന്നിപ്പോ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നതാണ്, ഡു എ റിസർച്ച്, അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡസ്ട്രി. അല്ലാണ്ട് നിങ്ങൾ ഇറങ്ങി വന്നിട്ട് ഇൻഡസ്ട്രീനെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ് ഇൻഡസ്ട്രി. നിങ്ങൾ ഒരാളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അയാളെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളെ കടമയാണ്. അതിപ്പോൾ ഏതൊരു ജോബ്, നമ്മളൊരു കമ്പനിയിൽ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കമ്പനീനെ പറ്റി മനസ്സിലാക്കില്ലേ, അറ്റ്ലീസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കില്ലേ. ഇറ്റ് ഇസ് ദ സെയിം വേ. അപ്പോൾ ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് കണ്ട് ഇതിനൊരു ജോബായി കണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും തീരും. പ്രശ്നം പകുതി മുക്കാലും തീരും. പിന്നെ നല്ലതും ചീത്ത എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് അല്ലേ, എല്ലായിടത്തും ഉണ്ട്. ഈ മോഡലിംഗ് ചെയ്യുന്ന, ഫാഷൻ ഡിസൈനിങ്, ചില കൊറിയോഗ്രഫി ചെയ്യുന്ന ആൾക്കാർക്ക്, ചില ആളുകളിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകതയാണ് അവരൊരു പ്രത്യേക ടൈപ്പ് നടത്തവും പ്രത്യേക ടൈപ്പ് സംസാരം, പിന്നെ അവരുടെ ഡ്രസ്സിങ്, അവരുടെ സ്റ്റൈലിംഗ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഇപ്പം ആണുങ്ങളാണെങ്കിൽ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. അവരെ സമൂഹം വേറൊരു രീതിയിലാണ് കാണുന്നത്. അങ്ങനെ ഒരു വിളി സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിട്ടുണ്ട്? ആ സമൂഹത്തിന് ചോദ്യം ചോദിക്കാൻ യാതൊരു അവകാശവും ഇല്ല. സൊസൈറ്റീസ് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഒരു ഇറ്റ്സ് മൈ ബോഡി മൈ റൈറ്റ്സ്, എൻ്റെ ഇഷ്ടമല്ലേ ഞാനിടും. പിന്നെ ഫാഷൻ ഇൻഡസ്ട്രി ഇസ് മോർ ലൈക്ക് എ ക്രിയേറ്റിവിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. ഈവൻ ആസ് എ ഡിസൈനിങ് അല്ല, ഡിസൈനേഴ്സ് ആണെങ്കിൽ പോലും ദ പീപ്പിൾ ലൈക്ക് വി ആർ മോർ ക്രിയേറ്റിവിറ്റി പീപ്പിൾ. നമ്മൾ ചിന്തിക്കാനും നമുക്ക് അതിനെ വളർത്തിയെടുക്കാനും വളരെ കഴിവുള്ള ആളുകളാണ്. അതുകൊണ്ടായിരിക്കാം മിക്ക ഇന്ന് ഫാഷൻ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദ ഗേ പീപ്പിൾ ആർ മോർ ടാലന്റഡ്. ഇനിയിപ്പം അങ്ങനെ ഒരു LGBTQ കമ്മ്യൂണിറ്റിനെ മാറ്റി നിർത്താൻ ഇവിടെ മാത്രം ചില ആളുകൾ മാത്രമേ, അതും നേരിട്ട് കാണുമ്പോൾ അവർക്ക് അത് പറയാനുള്ള ധൈര്യമില്ല. അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നത് തെറി വിളിക്കുന്നതിൽ ദേ ആർ ജോബ്ലെസ് ആക്ച്വലി. ശരിക്കും LGBT കമ്മ്യൂണിറ്റീനെ ഡാലു ബ്രോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവരെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ ദ്വയ എന്ന് പറയുന്ന ഒരു അവരെ സംഘടന വരുമ്പോൾ ഞാൻ അവരെ ഗ്രൂം ചെയ്യാറുണ്ട്. എത്രയോ കുട്ടികളെ ഞാൻ എൻ്റെ കൂടെ നിർത്തി. ഇന്ന് എൻ്റെ മോള് തന്നെ പറയാം, അങ്ങനത്തെ ഒരു കുട്ടിയാണ് എൻ്റെ കൂടെ നിന്ന് വളർന്നു വന്ന കുട്ടിയാണ് സ്വീറ്റി ബെർണാഡ്, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് റീഡർ. അവരൊക്കെ ഒരു ഹ്യൂമൻ ബീങ് ആയി കാണുക, ഒരു മനുഷ്യരായി കാണുക. അവരെന്ത് ഐഡന്റിറ്റി ആയാലും നമുക്ക് നമ്മളല്ലല്ലോ അവർ നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷെ കേരളത്തിൽ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. പലരും അവരെ കുണ്ടൻ അങ്ങനെയുള്ള പേരുകളൊക്കെ വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യണത്. ഇത് പൂർണ്ണമായിട്ടും ആരും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ കുറെ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലായിരുന്നു. എന്നെ കൊണ്ട് അവിടെ ലൈക്ക് നോ ഐ ഡിഡ്ന്റ് ഫേസ് ഇറ്റ് മച്ച്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി വിളിക്കുന്നത് ഐ ഡോണ്ട് കെയർ. അല്ലാതെ ഇപ്പം ഏതൊരു ഫംഗ്ഷനും ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന സെലിബ്രിറ്റീസ് നിൽക്കുന്ന അതേ ഇതിൽ തന്നെ അവർ എന്നെ ആക്സെപ്റ്റ് ചെയ്ത് എന്നെ നിർത്തുന്നുണ്ട്, കൈ ഉയർത്തി നിർത്തുന്നുണ്ട്. ബി ഹാപ്പി. ഞാൻ എല്ലാവരും ഐ ആം ഹാപ്പി ആൻഡ് ഐ സീ ദാറ്റ് എൻ്റെ ചുറ്റുള്ളവർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ എന്ത് സംഭവിച്ചാലും എന്ത് തലത്തി പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് എന്നെ ഭംഗി നോക്കിയിട്ട് പറയാം. എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തത് എങ്ങനെ ഇങ്ങനെ സ്വന്തമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നു. ഞാൻ എന്റെ കണ്ണാടി നോക്കിയിട്ട് എനിക്ക് എത്ര നേരം എന്നെ നോക്കിയിരുന്ന വെച്ച് എനിക്ക് ഇരിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഐ ആം സോ ഹാപ്പി അബൌട്ട് മൈസെൽഫ്. അവിടെ വേറെ ഒരാൾക്കും സ്പേസ് ഇല്ല തീരെ. അത് എന്റെ മമ്മിക്ക് പോലും സ്പേസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും. മമ്മിക്ക് സങ്കടം വരില്ലേ? എന്താണ് എന്റെ മകൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മ പറയാ നല്ലത് അവനെ സ്നേഹിക്കുന്നത്, അത്ര ശല്യം കുറയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് എന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്നെ ഡാലുവിനൊന്ന് ഇതാക്കിയിട്ട് ബാക്കി ഇല്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനും നേരിടുക. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആയിരിക്കാം ചിലപ്പം ഇങ്ങനത്തെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് എനിക്ക് തന്നിരിക്കുന്നത്. പിന്നെ കോൺഫിഡൻറ്റ്, ഓവർ കോൺഫിഡൻ്റ് അല്ല. ഐ എം എ ഗോഡ് ഫിയർ പേഴ്സൺ ആണ്, ബട്ട് ഐ എം കോൺഫിഡൻറ്റ്. ഞാൻ ഇത് എയിം ചെയ്താൽ ഞാൻ ഐ ഡു ഹാർഡ് വർക്ക് ടുവേർഡ്സ് ദാറ്റ്. കാരണം ആരും നമുക്ക് ജോലി വീട്ടിൽ കൊണ്ട് തരില്ല, നമ്മൾ തേടി.
വിശ്വാസമുണ്ടോ? ഓഫ് കോഴ്സ് യെസ്. ദൈവ ഞാൻ പറഞ്ഞില്ല ഗോഡ് ഫിയർ ചൈൽഡ് ആണ് ഞാൻ. അല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള. ഓഫ് കോഴ്സ് ഞാൻ അമ്പലങ്ങളിൽ പോകും. ഇന്നലെ ഞാൻ ചോറ്റാനിക്കരയ്ക്ക് പോയി വന്നതേ ഉള്ളൂ, എറണാകുളത്ത്. ഞാൻ അതിലും ഞാൻ അത് പിന്നെ നമുക്കൊരു എനിക്കൊരു അവിടെ എത്തുമ്പോൾ ഒരു പീസ്ഫുൾ മൈൻഡാണ്. അതുകൊണ്ട് എല്ലാം ഞാൻ മോർ ദാൻ ദാറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കാരണം, ഞാൻ കാരണം ഒരു 10 കുടുംബത്തിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് മോർ ദാൻ ദാറ്റ് വേറെ ബ്ലെസ്സിങ് ഇല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ. ഐ തിങ്ക് ഐ എം ഡൂയിങ് ദാറ്റ്. എത്രയോ പേരെ ഞാൻ കൈ ഉയർത്തി മേഖലകളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഞാൻ കാരണം അത്രയും ആളുകളിലേക്ക് സന്തോഷവും അവരുടെ വീടുകളിലേക്കില്ലേ അത്രയും വയറിലേക്കില്ലേ ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ബ്ലെസ്സിങ്. അതിപ്പം ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ പോയിരുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചത് എന്നെക്കാട്ടും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് ഇസ് മോർ ബ്ലെസ്സിങ്. അങ്ങനെ ചിന്തിക്കുക. പിന്നെ അമ്പലങ്ങളൊക്കെ പോകുന്നത് നമുക്കൊരു മനസ്സിനൊരു കുറച്ച് നേരം അവിടെ പോയിരിക്കുമ്പോൾ യു ഫീൽ സോ. നമ്മൾ ചെയ്ത കർമ്മത്തിന് ഫലം ദൈവം തരും എത്രയും. ഇപ്പം എപ്പോഴും ഫാമിലി, ഞാൻ കർമ്മയിലും നല്ലോണം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഐ ബിലീവ് ഇൻ കർമ്മ. സ്ട്രോങ് ബിലീവ് ഇൻ കർമ്മ. കാരണം ഇപ്പം ഓക്കെ, നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ തിരിച്ചാഗ്രഹിക്കാറില്ല. ഐ നെവർ എക്സ്പെക്ട് റിട്ടേൺ ഫ്രം എനി വൺ. എന്നാൽ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അവരൊരു മുഖത്തൊരു പുഞ്ചിരി വരുത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിഞ്ഞ് കുത്തുമ്പോൾ ഡെഫിനറ്റ്ലി കർമ്മ ഒരു ദിവസം അവർക്ക് കൊടുക്കും, ആരാണെങ്കിലും. അതുകൊണ്ട് നല്ലത് മാത്രം ചെയ്ത് ജീവിക്കാം, നല്ലത് മാത്രം ചിന്തിക്കുക. സ്പ്രെഡ് ലവ് ആൻഡ് ഹാപ്പിനെസ്. നെക്സ്റ്റ് ജനറേഷനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എനിക്കിപ്പം എന്നെ തന്നെ ആലോചിച്ച് തീർന്നു. ഞാൻ നെക്സ്റ്റ് ജനറേഷൻ ഈ ആൻസറാണ് എനിക്ക് പറ്റാത്തത്. എങ്കിലും എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചോ? എന്നെ പോലെ വേറൊരാള് ഉണ്ടാവണം. ഇനി അടുത്ത ജനറേഷൻ എല്ലാവരും അങ്ങനെ ആവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടായി കഴിഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പിന്നെ അവിടെ ഒരു ഇപ്പം കാണുന്ന പോലെ കുത്ത്, സ്വന്തം കൊല്ലുക, മറ്റുള്ള അടുത്തിരിക്കുന്ന ആളെ കൊല്ലുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കാരണം അതൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദ ജോക്ക്, യെസ്. അടുത്ത ജനറേഷൻ ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഒരു ഇത് പോക്ക്, നമ്മൾ ഇപ്പോഴത്തെ ഒരു കാണുന്ന ഓരോ കാഴ്ചകളും ഓരോ വാർത്തകളൊക്കെ ഡെയിലി ഞെട്ടിക്കുന്ന വാർത്തകളും ഇതൊക്കെ വരുന്നത്. സോ ഡെഫിനറ്റ്ലി എ ബിഗ് നോ ടു ദ ഡ്രഗ്സ് തന്നെ ഞാൻ പറയും. കാരണം അത് എടുക്കുമ്പോഴാണല്ലോ ഓരോരുത്തരും മാനസികാവസ്ഥകളൊക്കെ മറിയുന്നത്. സോ എനിവേ ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് വേണ്ടതും നല്ലൊരു യുവതലമുറ, ദേ ഷുഡ് ബി എയിംഡ്. അതിനെക്കൊണ്ട് പാരൻസ് നല്ല അവെയർ ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഡ്രഗ്സ് എന്ന ഒരു സാധനത്തിന് തന്നെയാണ്. അതിന് അവെയർ ആയിട്ടിരിക്കുക. അപ്പം എനിവേ, താങ്ക് യു സോ മച്ച്. Hope you had a nice talk. Thank you. Thank you. Thank you so much.